ഹലോ. അപ്പോൾ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പാക്കുപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു സവാള, ഒരു തക്കാളി, 10 വെളുത്തുള്ളി ഡയലി, ഒരു 5 പച്ചമുളക്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താണ്, വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് അതൊന്ന് വയറ്റി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞ് വെച്ച സബോള എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം. സബോള നന്നായി വയറ്റി വന്ന് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അടുത്തത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 10 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായി വഴറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടികളിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച് പാവയ്ക്ക ഉണ്ടല്ലോ, നെക്സ്റ്റ് നമ്മുടെ പാവയ്ക്ക ഇട്ടിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കുറവിൽ വേവിക്കേണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായി ചുളിവ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഏകദേശം ആയിട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്